Asylum SSC RRB എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ കറണ്ട് അഫയേഴ്സോ, ഞാൻ കറണ്ട് അഫയർ കാണാൻ വന്നതല്ല, എനിക്ക് 24ലെ കഥയാണ് കേൾക്കേണ്ടത് നിങ്ങൾക്ക് തോന്നും അല്ലേ? 24ലെ കഥയൊക്കെ നമ്മൾ പറയും. ഇനി കുറേ വീഡിയോസും കുറേ ക്ലാസ്സസും വരാനുണ്ട്. ആ വീഡിയോസിലും ക്ലാസ്സസിലും ഒക്കെ മെല്ലെ മെല്ലെ നമുക്ക് കഥയൊക്കെ പറയാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 2024 ജനുവരി മുതൽ ഏപ്രിൽ വരെ ഏകദേശം ഒരു 3-3.5 മാസത്തിൽ ഇറങ്ങിയ ബുക്കും അതിന്റെ ഓതേഴ്സും ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റെഡി? അപ്പോൾ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ ഒരു കസിനോ റിലേറ്റീവോ ആർക്കെങ്കിലും നമ്മുടെ സൈലം SSC RRB സ്റ്റാർട്ട് ചെയ്തത് അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ഇത് ചെയ്യാൻ പറയാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. അവരുടെ പ്രിപ്പറേഷന്റെ ഓരോ സ്റ്റേജിലും അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കും നമ്മുടെ ചാനലിൽ വരിക. അപ്പൊ എന്ത് ചെയ്യാം, വേഗം തന്നെ അവർ ജോലിയിൽ എത്തട്ടെ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ചാനൽ സജസ്റ്റ് ചെയ്യുക, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. റെഡി? അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ബുക്കിലോട്ട് പോവാം. ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ദ ഐഡിയ ഓഫ് ഡെമോക്രസി, സാം പിട്രോഡോയുടെ ബുക്കാണ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി. അപ്പൊ ഇതിൽ എന്താ പറഞ്ഞത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതേപോലെയുള്ള കൺട്രീസിലെ എന്താണ് ഡെമോക്രസിയുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റിനെയും കുറിച്ചാണ് ഈ ബുക്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. റെഡി? ഇത്രയും കാര്യങ്ങളാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ആലോചിക്കുക, ബുക്കും ഓതറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ദ ഐഡിയ ഓഫ് ഡെമോക്രസി, സാം പിട്രോഡോ. അപ്പൊ ഡെമോക്രസി എന്ന് കേൾക്കുമ്പോൾ ഈ ക്രസിയെ നമുക്ക് എന്താക്കാം, ക്രേസി ആക്കാം അല്ലെ? ക്രസീനെ നമുക്ക് ക്രേസി ആക്കാം. ഓക്കെ, ക്രസീനെ നമുക്ക് ഡെമോക്രസീനെ നമുക്ക് ക്രേസി ആക്കാം. സാം എന്ന് കേൾക്കുമ്പോൾ എന്താണ്, സാംസൺ അല്ലേ? അപ്പൊ ക്രേസി സാം പിറ്റുണ്ടാക്കി എന്ന് ആലോചിച്ചാൽ മതി. ദ ക്രേസി സാം. ഓക്കെ, ക്രേസി സാം പിറ്റുണ്ടാക്കി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും ദ ഐഡിയ ഓഫ് ഡെമോക്രസി, സാം പിട്രോഡോ. ഓക്കെ, ദ ഐഡിയ ഓഫ് ഡെമോക്രസി, സാം പിട്രോഡോ. ഇനി എവിടെയെങ്കിലും ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ബുക്ക് കണ്ടാൽ അപ്പൊ എന്ത് ചെയ്യാ, മഞ്ഞ കണ്ണട ഇട്ട് വന്ന സാംസൺ, നമ്മുടെ സഞ്ജു സാംസൺ എന്തുണ്ടാക്കി, കുഴി ഉണ്ടാക്കുന്ന ആ ഇമേജ് ആണ് വരേണ്ടത്. ദ ഐഡിയ ഓഫ് ഡെമോക്രസി, സാം പിട്രോഡോ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് Co-Dependent Living in the Shadow of AI. ആരുടെ ബുക്കാണ്? മധുമിത മുർഗിയ. ആരുടെയാണ്? മധുമിത മുർഗിയ. ഇന്ത്യൻ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ആണ് നമ്മുടെ മധുമിത മുർഗിയ എന്ന് പറയുന്നത്. ഈ ബുക്കിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലാണ് അല്ലെ? ഒരു AI യുഗത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മുടെ കറന്റ് സൊസൈറ്റിയിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി ആണല്ലോ? അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ ആലോചിക്കുക, മധുമിത മുർഗിയ. അപ്പൊ മധുമിത മുർഗിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കൊക്കരക്കോ കോഴീനെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നട്ടപ്പൊരി വെയിലാണ് ഇപ്പൊ പുറത്ത്. അപ്പൊ കോഴികളൊക്കെ ഈ നട്ടപ്പൊരി വെയിലത്ത് ഇങ്ങനെ കറങ്ങി നടക്കുവാണോ ചെയ്യുക? അല്ല, അവർ ഏതെങ്കിലും ഒരു മരത്തിന്റെ തണലിൽ ഇരിക്കും അല്ലെ? ഒരു ഷാഡോയിലാണ് അവർ നിൽക്കുക അല്ലെ? ഒരു ഷാഡോയിലാണ് അവർ നിൽക്കുക. അപ്പൊ ഷാഡോയിൽ നിൽക്കുന്ന കോഴിയാണ് നമ്മുടെ ഈ കോഴി. ഓക്കെ, അപ്പൊ കോഴിയിലേക്ക് തേൻ ഒഴിച്ചാൽ എന്താകും? ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആവും അല്ലെ? ആലോചിച്ച് നോക്കിയേ, മധുമിത മുർഗിയ, മുർഗിയുമുണ്ട് മധുമിതയുമുണ്ട്. മധു എന്ന് പറഞ്ഞാൽ തേനാണ്, മിതേൻ നമുക്ക് മീഠ എന്നെടുക്കാം. മീഠ എന്ന് പറഞ്ഞാൽ എന്താണ്? മധുരമുള്ളതാണ് അല്ലെ? അപ്പൊ തേനൊഴിച്ച് മധുരമുള്ള കോഴിയാണ് എവിടെ നിൽക്കുന്നത്? ഷാഡോയിൽ നിൽക്കുന്നത്. അപ്പൊ തേനൊഴിച്ച് മധുരമുള്ള കോഴി എന്താണ്? നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മധുമിത മുർഗിയ അല്ലെങ്കിൽ ദ Co-Dependent Living in the Shadow of AI, മധുമിത മുർഗിയ അല്ലെങ്കിൽ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആണെന്ന് ആലോചിച്ചാൽ മതി. റെഡി? അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം, ഇപ്പൊ നിങ്ങളടുത്ത് എക്സാമിന് ചോദിക്കാണ് Co-Dependent Living in the Shadow of AI ആരുടെ ബുക്കാണ്? അപ്പൊ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. ഹണി എന്ന് പറഞ്ഞാൽ മധു, പിന്നെ എന്താണ്? മധുര എന്തുണ്ട്? ഹണി ഗ്ലേസ്ഡ് ചിക്കന് മധുരമാണുള്ളത്. ദാറ്റ് ഇസ് മധുമിത. കോഴിയാണല്ലേ ചിക്കൻ, ദാറ്റ് ഇസ് മുർഗിയ. ക്ലിയർ? ഹണി ഗ്ലേസ്ഡ് ചിക്കൻ, മധുമിത മുർഗിയ. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഈ ബുക്ക് ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? കുറേ അവാർഡ്സിലൊക്കെ നോമിനേഷൻസ് വന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഒന്ന് വായിക്കാം.
Ready? Next. From a car shed to the corner of the room and beyond. ഇതാരാണ്? നമ്മുടെ എസ് രാമന്റെ ബുക്കാണ്. എസ് രാമൻ എന്ന് പറയുന്നത് ഫുൾ ടൈം മെമ്പർ ഓഫ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെബിയുടെ ഫുൾ ടൈം മെമ്പർ ആണ്. പിന്നെ ഫോമർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് കാനറ ബാങ്ക്. ഫോമർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് കാനറ ബാങ്ക് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇതെങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക? നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു കോർണറിൽ ഉണ്ടാവുന്ന റൂം അല്ലേ പൂജാമുറി? അല്ലേ? പൂജാമുറി ഒരു കോർണറിലാണ് ഉണ്ടാവുക അല്ലെ? ആ കോർണറിൽ ആ പൂജാമുറിന്റെ ഉള്ളിൽ ആരാ ഉണ്ടാവുക? നമ്മുടെ രാമനാണ് ഉണ്ടാവുക അല്ലെ? അപ്പോ നിങ്ങൾ ഓപ്ഷനില് ഫ്രം ദ കാർ ഷെഡ് ടു ദ കോർണർ ഓഫ് ദ റൂം, കോർണർ ഓഫ് ദ റൂമിൽ ആരാണുള്ളത്? രാമനാണുള്ളത് അല്ലെ? കോർണർ ഓഫ് ദ റൂമിൽ രാമനാണുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് വെറും കോഡിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും കൂടി പറയാണ്. നമ്മുടെ വീട്ടില് കോർണർ ഓഫ് ദ റൂമിലാണ് പൂജാമുറി, പൂജാമുറിന്റെ കോർണറിലാണ് രാമൻ ഉള്ളത് അല്ലെ? അപ്പൊ ഫ്രം കാർ ഷെഡ് ടു ദ കോർണർ ഓഫ് ദ റൂം ആൻഡ് ബിയോണ്ട് എസ് രാമൻ എന്നുള്ള കാര്യം ആലോചിക്കുക. Next is the gems of Indian art. The gems of Indian art. Gems എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നതാണ് ജെംസ് മുട്ടായി അല്ലെ? അപ്പൊ ജെംസ് മുട്ടായി ആലോചിക്കുമ്പോൾ തന്നെ ആ ആഡ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അല്ലെ? ദാറ്റ് ഈസ് ഹരീഷ് കുള്ളറാണ് ദ ജെംസ് ഓഫ് ഇന്ത്യൻ ആർട്ട് എഴുതിയത്. അപ്പൊ ജെംസ് മുട്ടായി കൊണ്ടുള്ള ആർട്ട് ഉണ്ടാക്കിയത് ആരാണ്? നമ്മുടെ ഹരീഷ് ആണ്. ഇതാരാണ്? നമ്മുടെ ഹരീഷ് കണാരനാണ് അല്ലെ? അപ്പൊ ജെംസ് മിഠായി കൊണ്ട് ആർട്ട് ഉണ്ടാക്കിയത് ആരാണ്? ഹരീഷ് കുള്ളറാണ്. റെഡി? അപ്പൊ ജെംസ് മിഠായി കൊണ്ടുള്ള ഇന്ത്യൻ ആർട്ട് ഉണ്ടാക്കിയത് ഹരീഷ് കുള്ളറാണ്. അപ്പൊ ആലോചിക്കുക, ജെംസ് മിഠായി കൊണ്ടുള്ള ആർട്ടാണ് ആരുണ്ടാക്കിയത്? നമ്മുടെ ഹരീഷ് ഉണ്ടാക്കിയത്, നമ്മുടെ ഹരീഷ് കണാരൻ ഉണ്ടാക്കിയത്. റെഡി? നെക്സ്റ്റ് ഇസ് അൺഈക്വൽ. വൈ ഇന്ത്യ ലാഗ്സ് ബിഹൈൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. അതാരാ എഴുതിയത്? സ്വാതി നാരായൺ. Unequal, why India lags behind its neighbors. അപ്പൊ നോക്കിയേ, അൺഈക്വൽ ആണ് അല്ലെ? സ്വാതി എന്ന ഈ പേരിൽ നിന്നും നമുക്ക് കാണാനായിട്ട് പറ്റും സതി എന്ന് കാണുന്നില്ലേ? സതി എന്ന് കാണുന്നില്ലേ? സ്വാതി, സതി അല്ലെ? SATI, സതി എന്ന് നമുക്ക് എഴുതാം അല്ലെ? അപ്പൊ ഇന്ത്യയില് പണ്ട് കാലത്ത് വുമനെ ഭയങ്കര ലോവറായി ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? സ്വന്തം ഭർത്താവ് മരിച്ച തീയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് നമ്മുടെ പാവം സ്ത്രീകൾക്ക് അല്ലെ? ദാറ്റ് ഈസ് അതെന്തുകൊണ്ടാണ്? അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് എടുക്കാം, സ്വാതിയെ സതിയാക്കിയാൽ നമുക്ക് മനസ്സിലായി, സ്വാതിയിൽ നിന്ന് നമുക്ക് സതി കിട്ടി. സ്ത്രീയെ അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ്, മെന്നുമായി അൺഈക്വൽ ആയി ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് സതി അനുഷ്ഠിക്കേണ്ടി വന്നത്. അപ്പൊ സ്വാതിയിൽ നിന്നും സതി കിട്ടി, സതിയിൽ നിന്നും അൺഈക്വൽ കിട്ടിയോ? നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? ഫൂൾ ബഹദൂർ, ദ ഫസ്റ്റ് മഘായ് നോവൽ ഇൻ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഫൂൾ ബഹദൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മഘായ് ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. നമ്മുടെ ജയ്നാഥ് പട്ടിയാണ് ഈ മഘായ് നോവൽ എഴുതിയത്. മഘായ് ഭാഷയിൽ ഫൂൽ ബഹദൂർ എന്ന് പറയുന്ന നോവൽ എഴുതിയത്. ഓക്കെ, അപ്പൊ ഇപ്പൊ അതെന്താ റിലവന്റ് ആയത്? നമ്മുടെ അഭയ് എന്ത് ചെയ്തു? നമ്മുടെ അഭയ് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഫൂൽ ബഹദൂർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മഘായ് നോവലാണ്. അപ്പൊ എന്താണ്? ഫൂൽ ബഹദൂർ ജയ്നാഥ് പട്ടിയാണ് ഇതിൽ എഴുതിയത്, മഘായ് ഭാഷയിൽ എഴുതിയത്. അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? നമ്മുടെ അഭയ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമ്മൾ ഇത് ആലോചിക്കാം? ബഹദൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹദൂർ ഭയമില്ലാത്തവൻ, ബ്രേവ് ആണ്. ഓക്കെ, ബ്രേവ് ആണ്. ബഹദൂർ എന്ന് പറഞ്ഞാൽ ബ്രേവ്, ധീരൻ, ഭയമില്ലാത്തവൻ, അതാണ്. അഭയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം എന്ന് പറഞ്ഞാൽ അയ്യോ പേടിക്കുന്നതാണ്. അഭയ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിയില്ലാത്തതാണ്. ഓക്കെ, അഭയ് ആണ് അല്ലെ? അഭയ് മലയാളത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഫൂൾ ബഹദൂറില് ബഹദൂർ എന്ന് പറഞ്ഞാൽ ബ്രേവ് ആണ്. അഭയും എന്താണ്? ഭയം ഇല്ലാത്തവനും എന്താണ്? ഭയമില്ലാത്തവനും ബ്രേവ് അല്ലേ? അവൻ ധീരനല്ലേ? യെസ്. അപ്പോ ഫൂൾ ബഹദൂർ ആരുടെയാണ്? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഭയമില്ലാത്ത അഭയാണ് എന്ന് ആലോചിക്കാം. നെക്സ്റ്റ് ഫൂൾ ബഹദൂർ ആണ് അല്ലെ? ജയനാഥ് പതി. ഇപ്പൊ നിങ്ങൾക്കറിയാം, ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഭാര്യ ഫുൾ സെറ്റപ്പ് യോയോ ആയിരിക്കും, പക്ഷെ കൂടെയുള്ള ഭർത്താവ് എങ്ങനെയായിരിക്കും? ഒരു അയ്യോഭാവം ഭർത്താവായിരിക്കും അല്ലെ? ഒരു മണ്ടനായിട്ട് അഭിനയിക്കുന്ന ഭർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ ഫൂളായിട്ടുള്ള
പതികളെ, ഫൂൾ ആയിട്ടുള്ള ഹസ്ബൻഡ്സിനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഫൂൾ ബഹദൂർ. ഫൂൾ ബഹദൂർ ആരുടെയാണ്? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ബഹദൂർ ബ്രേവ് ആയിട്ടുള്ള ആളാണ്. ബ്രേവ് ആയിട്ടുള്ള ആളെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഭയമില്ലാത്ത ആൾക്കേ പറ്റൂ. ദാറ്റ് ഇസ് അഭയ്. റെഡി? നെക്സ്റ്റ് എന്താണ്? ഫൂൾ ആയിട്ടുള്ള പതിയാണ്. ആരെ എഴുതിയത്? ഫൂൾ ആയിട്ടുള്ള പതിയാണ് നമ്മുടെ മഗായ് ഭാഷയിൽ ഈ നോവൽ എഴുതിയത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫൂൾ ബഹദൂർ മഗായ് ഭാഷയിൽ എഴുതിയത് ആരാണ്? മഗൈ ഭാഷയിൽ എഴുതിയത് ജയ്നാഥ് പതിയാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ അഭയ്, ഭയമില്ലാത്ത അഭയാണ്. നെക്സ്റ്റ് ഇസ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ഒക്കെ ആരാണ്? പർഷോട്ടം റുപ്പാലയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ പുരുഷവേട്ടൻ എന്തൊക്കെ ചെയ്യും? മീനിനെ പിടിക്കും, പാല് കറക്കും, പിന്നെ ആനിമൽസിനെ ഒക്കെ വളർത്തും അല്ലെ? മീനിനെ പിടിക്കും, പാല് വളർത്തും, ആനിമലിനെ ഒക്കെ നോക്കും. ദാറ്റ് ഈസ് നമ്മുടെ ശ്രീ പർഷോട്ടം റുപ്പാലയാണ് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആണ് അല്ലെ? അപ്പോ യൂണിയൻ മിനിസ്റ്റർ എന്ത് ചെയ്തു? ഒരു ബുക്ക് ആൻഡ് വീഡിയോ റിലീസ് ചെയ്തു. ദാറ്റ് ഈസ് സാഗർ പരിക്രമ. സാഗർ പരിക്രമ. ശരിയാണ് അല്ലെ? സാഗർ പരിക്രമ. അപ്പൊ ഈ സാഗർ പരിക്രമയില് നമുക്ക് എങ്ങനെ ആലോചിക്കാം? പർഷോട്ടമാണ് അല്ലെ? പർഷോട്ടത്തിന് നമുക്ക് ആലോചിക്കാം പുരുഷവേട്ടൻ അല്ലെ? നമ്മുടെ പുരുഷവേട്ടനാണ്. നമ്മുടെ പുരുഷവേട്ടനെ നമുക്ക് എന്തെടുക്കാം? പുരുഷവേട്ടനാണ് സാഗർ പരിക്രമ എഴുതിയത്. അപ്പൊ പുരുഷവേട്ടന്റെ പരാക്രമം എന്ന് ആലോചിച്ചാൽ മതി. പുരുഷവേട്ടന്റെ പരാക്രമം അല്ലെ? പുരുഷവേട്ടന്റെ പരാക്രമം. പുരുഷവേട്ടന്റെ പരാക്രമം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുന്ന സിനിമ ഏതാണ്? മനസ്സിൽ വരുന്ന സിനിമയാണ് നമ്മുടെ മീശ മാധവൻ അല്ലെ? പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന സിനിമ ഏതാണ്? നമ്മുടെ മീശ മാധവനാണ്. അപ്പോ സാഗർ പരിക്രമ എഴുതിയതാരാണ്? നമ്മുടെ പുരുഷവേട്ടനാണ്. നമ്മുടെ സ്വന്തം ക്യാബിനറ്റിലുള്ള പുരുഷവേട്ടനാണ്. ദാറ്റ് ഈസ് പുരുഷവേട്ടൻ എന്തിന്റെ മിനിസ്റ്റർ ആണ്? നമുക്കറിയാം ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ഒക്കത്തിനെ മിനിസ്റ്റർ ആണ് നമ്മുടെ പുരുഷവേട്ടൻ. ദാറ്റ് ഈസ് പർഷോട്ടം റുപാല. പർഷോട്ടം റുപാലയുടെ ബുക്കാണ്, ബുക്ക് ആൻഡ് വീഡിയോയും ഉണ്ട്. അതാണ് നമ്മുടെ സാഗർ പരിക്രമ. അപ്പൊ പരിക്രമേണ നമ്മൾ പരാക്രമണമാക്കി. ഓക്കെ, പുരുഷവേട്ടന്റെ പരാക്രമണം എന്തൊക്കെയായിരുന്നു അല്ലെ? നമ്മുടെ പാവം സരസുവിനോടുള്ള പരാക്രമം നിങ്ങൾ എല്ലാവരും ആലോചിക്കാം. ഓക്കെ, നമ്മുടെ സരസുവിനോട് പുരുഷവേട്ടൻ കാണിച്ച പരാക്രമം നമ്മൾ ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? സർ പർഷോട്ടം റുപാല എഴുതിയ ബുക്കാണ് സാഗർ പരിക്രമ. ഇതില് ഫിഷറീസ് ഇൻഡസ്ട്രീനെ കുറിച്ചാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യം ആലോചിക്കാം. Ready? Next is The Conspiracy to Oust Me from the Presidency by Gotabaya Rajapaksa. നമ്മുടെ ഫോമർ ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിരുന്നു. The Conspiracy to Oust Me from the Presidency ആരുടെ ബുക്കാണ്? ബൈ ഗോത്തബായ രാജപക്ഷ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ രാജാവിന്റെ അപേക്ഷയാണ് എന്ത്? എന്നെ പുറത്ത് വിടല്ലേ, എന്നെ പുറത്താക്കല്ലേ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഗൂഢാലോചന ചെയ്ത് എന്നെ പുറത്താക്കല്ലേ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊന്ന് നമ്മുടെ രാജാവ് അപേക്ഷിക്കുകയാണ്. രാജപക്ഷേനെ നമുക്ക് രാജാപേക്ഷ എന്നാക്കാം. ഓക്കെ, രാജാവ് അപേക്ഷിക്കുകയാണ്, എന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യരുത്, നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചന ചെയ്യരുത് എന്ന് ആലോചിക്കുകയാണ്. ദ കോൺസ്പിറസി ടു ഔസ്റ്റ് മീ ഫ്രം ദി പ്രസിഡൻസി ബൈ ഗോട്ടബായ രാജപക്ഷ. ഓക്കെ, അപ്പൊ രാജാവിന്റെ ഒരു അപേക്ഷയായിട്ട് കാണാണ്. ഓക്കെ, രാജാവ് അപേക്ഷിക്കുകയാണ്, എന്നെ പുറത്താക്കല്ലേ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊന്ന് നമ്മുടെ രാജാവ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ദ കോൺസ്പിറസി ടു ഔസ്റ്റ് മീ ഫ്രം ദി പ്രസിഡൻസി ഗോട്ടബായ രാജപക്ഷ. ഒന്നും കൂടി പറയാം, രാജാവിന്റെ അപേക്ഷ എന്താണ്? രാജാവിന്റെ അപേക്ഷ എന്ന് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തന്നെ നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തരുത്, ഡോണ്ട് ഡു ദാറ്റ് എന്നാണ് നമ്മുടെ ഗോട്ടബായ രാജാവിന്റെ. ഗോട്ടബായ പറയുന്നത് അപേക്ഷിക്കുകയാണ്, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്, എന്നെ രാജാവിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചന നിങ്ങൾ ചെയ്യരുത്. കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൂഢാലോചനയാണ് അല്ലെ? ദാറ്റ് ഇസ് ഔസ്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്താക്കാം. Ready? That is Sri Lankan President Gotabaya Rajapaksa ആണ് The Conspiracy to Oust Me from the Presidency എഴുതിയത്.
നെക്സ്റ്റ് FIH ഒഡീഷ ഹോക്കി മെൻസ് വേൾഡ് കപ്പ്. അത് നമ്മുടെ സ്പോർട്സ് സ്റ്റാറിന്റെ ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു. നമുക്കറിയാം 2023 ഒഡീഷ ഹോക്കി വേൾഡ് കപ്പ് നടന്നത്, മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടന്നത് നമ്മുടെ ഒഡീഷയിലായിരുന്നു അല്ലെ. മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടന്നത് ഒഡീഷയിലായിരുന്നു. അവിടുത്തെ CM ആയിട്ടുള്ള നവീൻ പട്നായിക് ആണ് ഈ ബുക്ക് റിലീസ് ചെയ്തത്. സ്പോർട്സ് സ്റ്റാറിന്റെ ഈ ബുക്ക് റിലീസ് ചെയ്തത്. ജർമ്മനിയാണ് വിൻ ചെയ്തത് അല്ലെ. നെക്സ്റ്റ് സ്വാലോയിങ് ദ സൺ, ലക്ഷ്മി മുരുടേശ്വർ പുരി. സ്വാലോയിങ് ദ സൺ ആരാണ് എഴുതിയത്? ലക്ഷ്മി മുരുടേശ്വർ പുരി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്താണ് സ്വാലോ ചെയ്യുക? എന്ത് സാധനമാണ് നമ്മൾ സ്വാലോ ചെയ്യുക? നമ്മുടെ ഫുഡാണ് നമ്മൾ സ്വാലോ ചെയ്യുക അല്ലെ. പൂരിയൊക്കെ നമ്മൾ പാനിപ്പൂരി സ്വാലോ ചെയ്യും അല്ലെ. പാനിപ്പൂരിയൊക്കെ നമ്മൾ ഒറ്റ വായിലിട്ട് ഇങ്ങനെ തിന്നും. പാനിപ്പൂരി ആലോചിച്ചപ്പോൾ ഒരു മനസ്സുഖം. ഓക്കെ, പാനിപ്പൂരിയൊക്കെ കങ്കണയൊക്കെ കഴിക്കുന്ന പോലെ വായ തുറന്ന് അങ്ങോട്ട് ഒറ്റയടിക്ക് തിന്ന് തീർക്കും അല്ലെ. സ്വാലോ ചെയ്യാണ് ചെയ്യുക. അപ്പൊ പൂരീനെയാണ് നമ്മൾ സ്വാലോ ചെയ്യുക. പൂരീനെ നമ്മൾ എന്താ ചെയ്യുക? സ്വാലോ അല്ലെ. പൂരി നമ്മളങ്ങ് വിഴുങ്ങാണ് ചെയ്യുക അല്ലെ. അപ്പോൾ ഫുഡാണ് നമ്മൾ സ്വാലോ ചെയ്യുക. അപ്പൊ ഓപ്ഷനിൽ ഒരു ഫുഡ് ഐറ്റം ഉള്ള ആളുടെ പേരാണ് ലക്ഷ്മി മുരുടേശ്വർ പുരി. ലക്ഷ്മി മുരുടേശ്വർ പുരി. അപ്പൊ സ്വാലോയിങ് ദ സൺ, ലക്ഷ്മി മുരുടേശ്വർ പുരി. ആലോചിക്കുക, സ്വാലോ ചെയ്യുന്നത് ഫുഡാണ്. നമ്മുടെ ആരുടെ പേരിലാണ് ഫുഡ് ഉള്ളത്? നമ്മുടെ ലക്ഷ്മിയുടെ പേരിലാണ് ഫുഡ് ഉള്ളത്. റെഡി ആണല്ലോ. ഇനി നെക്സ്റ്റ് ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക്. ആരാണ്? ഗവർണർ PS ശ്രീധരൻ പിള്ളൈ, നമ്മുടെ ഗോവയുടെ ഗവർണറാണ്. ദാറ്റ് ഇസ് ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക്. ആരാണ്? ഗവർണർ PS ശ്രീധരൻ പിള്ളൈ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതെങ്ങനെ ആലോചിക്കുക? ബേസിക് ആയിട്ടുള്ള ഒരു വീട് എടുക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്തൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് തറ അല്ലെ. അത് കഴിഞ്ഞിട്ട് വരുന്ന ബേസിക് സ്ട്രക്ചർ ഏതാണ്? പില്ലേഴ്സ് അല്ലേ, തൂണല്ലേ, പില്ലറാണ് അല്ലെ. പില്ലർ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പിള്ളൈനെ നമുക്ക് എന്താക്കാം? പില്ലറാക്കാം. പിള്ളൈനെ പില്ലറായി കണ്ടാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് ഗവർണർ PS ശ്രീധരൻ പിള്ളൈ. ഗവർണർ PS ശ്രീധരൻ പിള്ളൈ ആണെന്ന് ആലോചിക്കാം. പിള്ളൈനെ പില്ലറിൽ കണ്ടാൽ പിള്ളയിൽ നമ്മൾ എന്ത് കാണാം? പില്ലർ കാണാം. അങ്ങനെ പില്ലർ കാണുമ്പോൾ അത് ബേസിക് സ്ട്രക്ചർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിജയിച്ചു. റെഡി? ബേസിക് സ്ട്രക്ചർ ആൻഡ് റിപ്പബ്ലിക് ഗവർണർ PS ശ്രീധരൻ പിള്ളയാണ്. പിള്ളയിൽ എന്തുണ്ട്? പില്ലറുണ്ട്. പില്ലർ ഒരു ബേസിക് സ്ട്രക്ചർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ ജയിച്ചു. നെക്സ്റ്റ് സ്കൾപ്റ്റഡ് സ്റ്റോൺസ് മിസ്റ്ററീസ് ഓഫ് മാമല്ലപുരം. ആരുടെ ബുക്കാണ്? അശ്വിൻ പ്രഭുയുടെ ബുക്കാണ്. ഓക്കെ, അപ്പോ സ്കൾപ്റ്റഡ് സ്റ്റോൺസ് മിസ്റ്ററീസ് ഓഫ് മാമല്ലപുരം നിങ്ങൾ ഇനി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ആലോചിക്കുക. മലൈക്കോട്ടെ വാലിബന് നമ്മുടെ മോഹൻലാൽ ആരാണ്? ഒരു മല്ലനാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, മാമല്ലപുരത്തിൽ നമുക്കൊരു മല്ലനെ കണ്ടൂടെ? മാമല്ലപുരത്തിൽ നമുക്കൊരു മല്ലനെ കണ്ടൂടെ അല്ലെ. മല്ലന്മാർ എന്താ ചെയ്യാ? മല്ലന്മാര് പ്രഭുക്കൾക്ക് വേണ്ടി അടിപിടി സെറ്റാക്കും അല്ലെ. മല്ലന്മാര് പ്രഭുക്കൾക്ക് വേണ്ടി അടിപിടി സെറ്റാക്കും. അങ്ങനെ അടിപിടിയിൽ ജയിച്ച് ഫുൾ സക്സസ് ആയാൽ നമ്മുടെ മല്ലന്മാർക്ക് എന്ത് കിട്ടും? സ്കൾപ്റ്റഡ് സ്റ്റോൺസ് കിട്ടും. നമ്മുടെ മല്ലന്മാർക്ക് സ്കൾപ്റ്റഡ് സ്റ്റോൺസ് കിട്ടും അല്ലെ. അപ്പൊ മാമല്ലപുരത്തിൽ നിന്നും നമ്മൾ മല്ലൻ എടുത്താൽ മല്ലന്മാര് പ്രഭുക്കൾക്ക് വേണ്ടി അടികൂടി ജയിച്ചാൽ അവർക്ക് എന്ത് കിട്ടും? സ്കൾപ്റ്റഡ് സ്റ്റോൺസ് കിട്ടും. റെഡി? അപ്പൊ മാമല്ലപുരത്തിൽ നിന്നുമാണ് നമ്മൾ മല്ലൻ എടുത്തത്. മല്ലൻ വരുമ്പോൾ അപ്പൊ നമ്മൾ ആലോചിക്കുക മലൈക്കോട്ടെ വാലിബൻ. നമ്മുടെ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ എടുക്കുക. റെഡി? അപ്പൊ മലൈക്കോട്ടെ വാലിബൻ ആലോചിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? മാമല്ലപുരം. ഓക്കെ, ഈ മാമല്ലപുരത്തിൽ മല്ലന്മാർ എന്തിനാ അടികൂടുന്നേ? പ്രഭുക്കന്മാർക്ക് വേണ്ടിയാണ് ഇവർ അടികൂടുക അല്ലെ. ഒബിയസ്ലി പ്രഭുക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് അടികൂടുക. അപ്പൊ അവർക്ക് എന്ത് കിട്ടി? ഗിഫ്റ്റ് സ്കൾപ്റ്റഡ് സ്റ്റോൺസ് കിട്ടി. അപ്പൊ ഇത്രയും ഹിന്റ് കിട്ടിയാൽ തന്നെ നമുക്ക് വേഗം ഓപ്ഷനിൽ നിന്നും സിമ്പിൾ ആയിട്ട് പിക്ക് ചെയ്യാം. സ്കൾപ്റ്റഡ് സ്റ്റോൺസ്, ദ മിസ്റ്ററീസ് ഓഫ് മാമല്ലപുരം. ആരാണ്? അശ്വിൻ പ്രഭു. റെഡി? നെക്സ്റ്റ് ബുക്ക് ഇസ്രായേൽ വാർ ഡയറി, വിശാൽ പാണ്ഡെ. ഇസ്രായേൽ വാർ ഡയറി, വിശാൽ പാണ്ഡെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളും നിങ്ങളുടെ സിസ്റ്റേഴ്സും ഒക്കെ എന്താണ് ഭയങ്കര ആടിപ്പിടി വാറായാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഡയറിയിൽ എഴുതി വെക്കും അല്ലെ. പണ്ടേ നമ്മൾ ഡയറിയിൽ എഴുതി വെക്കും. റെഡി? അപ്പൊ വാറുണ്ടായാൽ പണ്ടേ ഡയറിയിൽ എഴുതുന്ന ആളാണ് വിശാൽ. വാറുണ്ടായാൽ പണ്ടേ നമ്മൾ വിശാലമായിട്ട് അങ്ങോട്ട് ഡയറി എഴുതും അല്ലെ.
കരഞ്ഞു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡയറി ആയിരുന്നു എഴുതുക. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ ആടിപ്പിടി ഉണ്ടായാല് ഞാൻ എന്താ ചെയ്യാ, ഞാൻ വലിയതാളാണല്ലോ, അപ്പൊ അവളുടെ തടി കിട്ടി എനിക്ക് കരയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തെഴുതും, വാർ ഫുൾ ഫൈറ്റ് സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് വിശാലമായിട്ട് പണ്ടേ ഡയറി എഴുതും. റെഡി? അപ്പോ ഇസ്രായേൽ വാർ ഡയറി വിശാൽ പാണ്ഡെ, ഇസ്രായേൽ വാർ ഡയറി വിശാൽ പാണ്ഡെ. വാർ ഉണ്ടായാൽ വിശാലമായിട്ട് നമ്മൾ പണ്ടേ ഡയറി എഴുതും. മാറി നിന്ന് കരയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇസ്രായേൽ വാർ ഡയറി വിശാൽ പാണ്ഡെ. വാർ ഉണ്ടായാൽ വിശാലമായി ഡയറി എഴുതും, വിശാലമായി ഡയറി എഴുതും. ഓക്കെ, വാറുണ്ടായാൽ വിശാലമായി പണ്ടേ ഡയറി എഴുതും അല്ലെ, പണ്ടേ എഴുതാൻ വിട്ടു. വാറുണ്ടായാൽ വിശാലമായി പണ്ടേ നമ്മൾ ഡയറി എഴുതിയിരുന്നു. ഓക്കെ, ആ ഹാബിറ്റ് നമുക്ക് നല്ലതാണ്. നെക്സ്റ്റ് ശ്രീ ജഗന്നാഥ ലോർഡ് ഓഫ് യൂണിവേഴ്സ് ആരാണ്? രഘുവീർ ശ്രീനിവാസൻ. ശ്രീ ജഗന്നാഥ ലോർഡ് ഓഫ് യൂണിവേഴ്സ് രഘുവീർ ശ്രീനിവാസൻ. റെഡി? അങ്ങനെയാണെങ്കിൽ കാശ്മീർ ട്രാവൽസ് ഇൻ പാരഡൈസ് ഓൺ എർത്ത് ആരാണ് എഴുതിയത്? രൂമേഷ് ഭട്ടാചാര്യജി. കാശ്മീർ ട്രാവൽസ് ഇൻ പാരഡൈസ് ഓൺ എർത്ത് ആരാണ് എഴുതിയത്? രൂമേഷ് ഭട്ടാചാര്യജി. കാശ്മീർ ട്രാവൽസ് ഇൻ പാരഡൈസ് ഓൺ എർത്ത് രൂമേഷ് ഭട്ടാചാര്യജി ആണ് എഴുതിയത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലോകം ചുറ്റും ഇങ്ങനെ റോമ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? ലോകം ചുറ്റും റോമ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് റോമേഷ് എന്ന് വിളിച്ചൂടെ? റോമേഷ് എന്ന് വിളിക്കാം അല്ലെ? ലോകം ചുറ്റും റോമ ചെയ്യുന്ന ആളാണ് റോമേഷ്. ഓക്കെ, അപ്പൊ ഈ റോമേഷിന് കാശുണ്ടെങ്കിൽ എവിടെ പോവാം? കാശ്മീർ പോവാം അല്ലെ? ഫസ്റ്റ് കാശ് വേണം. അപ്പൊ ലോകം ചുറ്റുന്ന ആൾക്കാരാണ് റോമേഷ്. ലോകം ചുറ്റാനുള്ള മനസ്സുണ്ടായാലേ കാശുണ്ടായാലും നമ്മൾ കാശ്മീർ പോവുള്ളൂ അല്ലെ? അപ്പൊ റോമേഷ് കാശ്മീർ പോയപ്പോ എന്ത് പറഞ്ഞു? വൗ, ട്രാവൽസ് ഇൻ പാരഡൈസ് ഓൺ എർത്ത് എന്നാണ് നമ്മുടെ റോമേഷ് പറഞ്ഞത്. റോമേഷിന് കാശുള്ളതുകൊണ്ട് കാശ്മീർ പോയി, അത് ആലോചിക്കുക. ഓക്കെ, അപ്പൊ റോമേഷ് ഭട്ടാചാര്യജിക്ക് കാശ് ഉള്ളതുകൊണ്ട് കാശ്മീർ പോവാനായിട്ട് പറ്റി. ഓക്കെ, അപ്പൊ കാശ്മീർ ട്രാവൽസ് ഇൻ പാരഡൈസ് ഓൺ എർത്ത് എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ റോമേഷ് ആണ്. ലോകം ഇങ്ങനെ ചുറ്റി നടക്കുന്ന റോമേഷ് ആണ് അത് പറഞ്ഞത്. അത് ആലോചിക്കുക കേട്ടോ. അപ്പൊ കാശ്മീർ, കാശുള്ളവർക്കേ കാശ്മീർ പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. കാശ്മീർ പോവാൻ കാശ് വേണം. അപ്പൊ കാശ്മീരിൽ റോമ ചെയ്യുന്ന റോമേഷിന് എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റോമേഷ് പറഞ്ഞത് എന്ത്? വൗ, ട്രാവൽസ് ഇൻ പാരഡൈസ് ഓൺ എർത്ത്. ഓക്കെ, ട്രാവൽസ് ഇൻ പാരഡൈസ് ഓൺ എർത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ റോമേഷ് ആണ്. റെഡി? നെക്സ്റ്റ്, ദ ബുക്ക് നീരജ് ചോപ്ര ദ മാൻ ഹൂ മെയ്ഡ് ഹിസ്റ്ററി എഴുതിയതാരാണ്? നോറിസ് പ്രീതം ആണ്. ദ ബുക്ക് നീരജ് ചോപ്ര ദ മാൻ ഹൂ മെയ്ഡ് ഹിസ്റ്ററി എഴുതിയതാരാണ്? നോറിസ് പ്രീതം. അപ്പൊ എങ്ങനെ ആലോചിക്കാം? ഇവിടെ നീരുണ്ട്, ഇവിടെ നൂറുണ്ട് അല്ലെ? നീരുണ്ട്, നൂറുണ്ട്. നീര് വാങ്ങണമെങ്കിൽ നമുക്ക് 100 വേണം അല്ലെ? വെള്ളം വാങ്ങണമെങ്കിൽ നമ്മുടെ നീർജലം, നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന വെള്ളം, നീര് വേണമെങ്കിൽ 100 വേണമെന്ന് ആലോചിച്ചാൽ മതി. നീര് വേണമെങ്കിൽ 100 വേണം. നീര് വേണേൽ 100 വേണമെന്ന് ആലോചിക്കുക. അപ്പൊ നീരജ് ചോപ്ര നോറിസ് പ്രീതം. നീരുണ്ട്, നൂറുണ്ട്. അപ്പൊ നീരജ് ചോപ്ര നോറിസ് പ്രീതം. ഓക്കെ, നോറിസ് പ്രീതം. നെക്സ്റ്റ്, ദ കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്റററി മെമ്മോയർ രാമചന്ദ്ര ഗുഹ. കുക്കിംഗ് ഓഫ് ബുക്സ്, നമ്മളെ പോലെയല്ല, സാമ്പാറും അവിയലുമല്ല നമ്മുടെ രാമചന്ദ്ര ഗുഹ കുക്ക് ചെയ്തത്. എന്താണ്? ഗുഹയിൽ ഇരുന്നു കൊണ്ട് ബുക്സ് ആണ് കുക്ക് ചെയ്തത്. മൂപ്പര് ചില്ലറക്കാരനല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്റററി മെമ്മോയർ ആരുടെയാണ്? രാമചന്ദ്ര ഗുഹ. മൂപ്പര് ചില്ലറക്കാരനല്ല. എന്താണ്? ഇതാണ് നമ്മുടെ രാമചന്ദ്ര ഗുഹയും ഫാമിലി എന്ന് വിചാരിക്കാം. ഇവരെല്ലാരും എവിടെയാണ്? ഇവരെല്ലാരും ഗുഹയിൽ ഇരുന്നിട്ട് ചപ്പാത്തിയൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഇവരെന്താണ്? ഫുൾ ബുക്സ് ആണ് കുക്ക് ചെയ്യുന്നത് അല്ലെ? അതെന്താണ്? ബുക്സ് ഒക്കെ ഇങ്ങനെ കുക്കൊക്കെ ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് ആരെങ്കിലും ബുക്സ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കണ്ടാൽ നമുക്കൊരു ബാഡ് അടിക്കില്ലേ? നമ്മൾ ഇതൊക്കെ എന്താ പ്രാന്താണോ നമ്മൾ വിചാരിക്കും അല്ലെ? അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്തു? ഗുഹയിൽ ഒളിച്ചിരുന്നിട്ടാണ് ബുക്ക് കുക്ക് ചെയ്യുന്നത് രാമചന്ദ്രനും ഫാമിലിയും. ഓക്കെ, അപ്പൊ കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്റററി മെമ്മോയർ ആരാണ്? രാമചന്ദ്ര ഗുഹയാണ്. ഗുഹയിലിരുന്ന് ബുക്ക് കുക്ക് ചെയ്യുന്നു. കാരണം ബുക്ക് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അതൊരു സാധാരണക്കാരൻ ചെയ്യുന്നതല്ല, ലെജൻസ് ആണ്.
ഓക്കെ, അപ്പൊ പറയാം കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്റററി മെമ്മോയർ എന്ന് പറയുന്നത് ആരുടെയാണ്? ഒരു ഗുഹയാണെന്ന് ആലോചിക്കുക. ബുക്ക് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, അത് ഗുഹയിൽ ഒളിച്ചിരുന്നാണ് ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? രാമചന്ദ്രേട്ടനും ഫാമിലിയാണ്. ദാറ്റ് ഇസ് കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്റററി മെമ്മോയർ, രാമചന്ദ്ര ഗുഹ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏറ്റവും കണക്ട് ചെയ്യേണ്ട കാര്യം എന്താ? ബുക്ക് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അസാധാരണമായ കാര്യമാണ് അല്ലെ? ദാറ്റ് ഈസ് അസാധാരണമാണ്. ബുക്ക് കുക്ക് ചെയ്യുന്നത് കുറച്ച് അസാധാരണമാണ്, അതുകൊണ്ട് ഗുഹയിൽ പോവാണ്. റെഡി? കോൺവെർസേഷൻ വിത്ത് ഔറംഗസീബ്, ചാരു നിവേദിത. കോൺവെർസേഷൻ വിത്ത് ഔറംഗസീബ് ആരാണ്? ചാരു നിവേദിത. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഔറംഗസീബിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ഇത്. ഔറംഗസീബ് എങ്ങനെയാ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുക? ഇങ്ങനെ ചാരി നിവർന്നൊക്കെ നിന്നിട്ടാണ് സംസാരിക്കുക, അല്ലാണ്ട് ഇങ്ങനെയൊക്കെ നിന്നാണോ സംസാരിക്കുക? അയ്യോ മൊത്തം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ടാണോ സംസാരിക്കുക? ഒരിക്കലും അല്ല. ഭയങ്കര ചാരി നിവർന്ന് നിന്ന് ഭയങ്കര മാൻലി ആയിട്ടാണ് സംസാരിക്കുക അല്ലെ? എന്നാലേ നമുക്ക് വീഴ്ത്താൻ പറ്റുള്ളൂ. സൊള്ളുന്നതിൽ വീഴണമല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഔറംഗസീബ്, കോൺവെർസേഷൻ വിത്ത് ഔറംഗസീബ് എങ്ങനെയാണ്? ചാരി നിവർന്ന് നിന്നിട്ടാണ്. എങ്ങനെയാണ്? ചാരി നിവർന്ന് നിന്നിട്ടാണ് ആര് കോൺവെർസേഷൻ ചെയ്യുക? നമ്മുടെ ഔറംഗസീബ് കോൺവെർസേഷൻ ചെയ്യുക എന്നുള്ള കാര്യം ആലോചിക്കുക. ഔറംഗസീബ് ഒരു ചുള്ളനാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. റെഡി? അങ്ങനെയാണെങ്കിൽ ഗാന്ധി എ ലൈഫ് ഇൻ 3 കമ്പാനിയൻസ് ആരാണ്? ഓദർ MJ അക്ബർ ആണ്. ഒരു കോ ഓദറും കൂടി ഉണ്ട്, നട്വർ സിംഗ്. അപ്പൊ കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചരണമാണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഒരു കാര്യത്തെ പ്രചരണം ചെയ്യുക? നമ്മുടെ അക്ബറിനെ നമുക്ക് അക്ബർ എന്താണ്? പത്രമാണ് അല്ലെ? പത്രത്തിലൂടെയാണ് നമ്മൾ പ്രചരണം ചെയ്യുക. ഇപ്പൊ ഇലക്ഷന്റെ പ്രചരണം ഒക്കെ സൂപ്പർ ആയിട്ട് എവിടെ നടക്കുന്നുണ്ട്? നമ്മുടെ പേപ്പറിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് വല്ലതും മൈൻഡ് ചെയ്യോ? നെവർ. നമ്മളിത് മൈൻഡ് ചെയ്യില്ല. നമ്മൾ എന്തിനാ പേപ്പർ ഉപയോഗിക്കുക? വല്ല ബീച്ചിലും പോകുമ്പോൾ കടല പൊതിയാനോ ഇങ്ങനെ കുറച്ച് നട്ട്സ് പൊതിയാനാണ് നമ്മൾ ആരും ഉപയോഗിക്കുക? പേപ്പറിനെ ഉപയോഗിക്കുക. അപ്പൊ ഗാന്ധി എ ലൈഫ് ഇൻ 3 കമ്പാനിയൻ ആരാണ്? നമ്മുടെ അക്ബറുണ്ട്, പിന്നെ ഒരു നട്ടും ഉണ്ട് എന്ന് ആലോചിക്കുക. പിന്നെ ഒരു നട്ടും കൂടെ ഉണ്ട്. ആ നട്ട് ആരാണ്? അത് വെറും നട്ടല്ല, നട്വർ സിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ പ്രചാരണം, ഇവിടെ പ്രചാരണം എന്ന് എഴുതിത്തരാം കേട്ടോ. പ്രചാരണം നടത്താൻ വേണ്ടി അക്ബറിനെ യൂസ് ചെയ്യും, ദാറ്റ് ഇസ് പത്രത്തിനെ യൂസ് ചെയ്യും. അപ്പൊ ഗാന്ധി എ ലൈഫ് ഇൻ 3 കമ്പാനിയൻസ്, ഓദർ ആരാണ്? MJ അക്ബർ ആണ്. പിന്നെ നമ്മുടെ നട്വറും ഉണ്ട്. നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്നത് നട്ട്സ് പൊതിയാനാണ്, കടല പൊതിയാനാണെന്ന് നിങ്ങൾ ആലോചിക്കാം. അപ്പൊ ഗാന്ധി എ ലൈഫ് ഇൻ 3 കമ്പാനിയൻ, ഓദർ MJ അക്ബർ ആണ്, കോ ഓദർ ഉണ്ട് നട്വർ കേട്ടോ. ഇനി മഹാകവിതൈ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് ഏത് ലാംഗ്വേജിലുള്ള ബുക്കായിരിക്കും? കവിതൈ എന്നൊക്കെ കേൾക്കുമ്പോൾ, തെയ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം തമിഴാണ്. തെയ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? അത് തമിഴാണ്, തമിഴ് ലാംഗ്വേജിലാണ്. അപ്പോൾ അതിന്റെ ഓദറിന്റെ നെയിം എന്തായിരിക്കും? ഒരു തമിഴ് നെയിം തന്നെയായിരിക്കും. ദാറ്റ് ഇസ് വൈരമുത്തു. അതായത് കവിതൈ എന്നാലോചിക്കുമ്പോൾ ഓദറിന്റെ പേരും ഒരു തമിഴ് നെയിം ആയിരിക്കാം. ദാറ്റ് ഇസ് വൈരമുത്തു ആണെന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് ഇസ് സംസ്കൃതിക്ക് ആയം. ദാറ്റ് ഇസ് ഡോക്ടർ മനോരമ മിശ്രയാണ് എഴുതിയത്. ജനറൽ VK സിംഗ് ആണ് റിലീസ് ചെയ്തത്. സംസ്കൃതിക്ക് ആയം ഡോക്ടർ മനോരമ മിശ്ര, ജനറൽ VK സിംഗ് ആണ് ബുക്ക് റിലീസ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് ആംഗർ മാനേജ്മെന്റ്. അജയ് ബിസാരിയാണ്. ഓക്കെ, ആംഗർ മാനേജ്മെന്റ് അജയ് ബിസാരിയാണ് എഴുതിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളടുത്ത് ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അയാൾ എന്ത് വിളിച്ചു പറഞ്ഞാലും നമ്മൾ എന്ത് പറയും? ശരിയാ അത് ശരിയാന്ന് നമ്മൾ പറയും അല്ലേ? അതായത് ശരിയാണ് നമുക്ക് എന്തെടുക്കാം? ശരിയാന്നാ നമ്മൾ പറയാം അല്ലെ? ഒരാൾ എന്ത് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ നിങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പൊ നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളടുത്ത് നമ്മൾ എതിർത്ത് പറയാൻ പോവോ? ഒരിക്കലും പോവില്ല. നമ്മൾ പറയും ശരിയാ അത് ശരിയാ, നമ്മൾ പേടിച്ചിട്ടെങ്കിലും പറയൂ അല്ലെ? ശരിയേനെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ ആങ്കർ മാനേജ് ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ
ബിസരിയാണ്. അജയ് ബിസരിയ. ബി ശരിയ. ഓക്കെ, ശരിയാ. ശരിയാന്ന് ആലോചിച്ചാൽ മതി. ആങ്കർ മാനേജ്മെന്റ് കേട്ടാൽ അപ്പ ആലോചിക്കുക ശരിയാ എന്നാണ് നമ്മൾ പറയേണ്ടത്. ദാറ്റ് ഈസ് അജയ് ബിസരിയ. അപ്പൊ ഈ ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആങ്കർ മാനേജ് ചെയ്യുന്ന ആളല്ല. നമ്മുടെ ഇനി നല്ല ദേഷ്യമുള്ള ആൾക്കാരൊക്കെ പോയി ഈ ബുക്ക് വായിക്കല്ല വേണ്ടത്. ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷനെ കുറിച്ചിട്ടാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഇത്രയും മതി. ആങ്കർ മാനേജ്മെന്റ് ഒരു ശരിയാണ് എഴുതിയത്. ദാറ്റ് ഈസ് അജയ് ബിസരിയ. റെഡി? ദാറ്റ് ഈസ് മോഡി എനർജൈസിങ് ഗ്രീൻ ഫ്യൂച്ചർ. ആരാണ് എഴുതിയത്? ഭൂപേന്ദ്ര യാദവ്. ആരാണ്? ഭൂപേന്ദ്ര യാദവ്. അപ്പൊ ഭൂപേന്ദ്ര എന്ന് കേട്ടാൽ തന്നെ അറിയാം ഭൂമിയാണ് അല്ലെ? ഭൂപേന്ദ്ര, ദാറ്റ് ഈസ് ഭൂമി. അപ്പൊ നമുക്കൊരു ഗ്രീൻ ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇതേപോലത്തെ ഒരു ഗ്രീൻ ഫ്യൂച്ചർ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഭൂമി വേണം അല്ലെ? ദാറ്റ് ഈസ് അതുകൊണ്ടാണ് അത് ഭൂപേന്ദ്ര യാദവ് എഴുതിയത്. മോദി എനർജൈസിങ് ഗ്രീൻ ഫ്യൂച്ചർ. അപ്പൊ ഗ്രീൻ ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ ഭൂമി വേണം എന്ന് ആലോചിക്കുക. നമുക്ക് അട കഴിച്ചാൽ എന്തും കിട്ടും? എനർജിയും കിട്ടും അല്ലെ? അട കഴിച്ചാൽ എനർജിയും കിട്ടും. ദാറ്റ് ഈസ് മോഡി എനർജൈസിങ് ഗ്രീൻ ഫ്യൂച്ചർ. ഗ്രീൻ ഫ്യൂച്ചർ വേണമെങ്കിൽ ആദ്യം നമുക്ക് ഭൂമി വേണം എന്ന് ആലോചിക്കുക. ദാറ്റ് ഈസ് ഭൂപേന്ദ്ര യാദവ്. യാദവ് എന്ന് നമുക്ക് അടയെടുക്കാം. യാദവ് എന്ന് നമുക്ക് വേണമെങ്കിൽ നൈസ്ലി അട ഇങ്ങോട്ട് എടുക്കാം. അട കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അടിപൊളി എനർജി കിട്ടും. ദാറ്റ് ഈസ് മോദി എനർജൈസിങ് ഗ്രീൻ ഫ്യൂച്ചർ. ആരാണ്? നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആണ്, നമ്മുടെ ഭൂപേന്ദ്ര യാദവ് ആണ് എഴുതിയത്. ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഗ്രീൻ ഫ്യൂച്ചറിൽ നമ്മുടെ മോദി, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കുള്ള വിഷനും ഒക്കെയാണ് ഈ ബുക്കിൽ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ, ഭാരത് മാർച്ച് ടുവാർഡ്സ് ഫെർട്ടിലൈസിംഗ് സെൽഫ് സഫിഷ്യൻസി. എന്താണ്? മൻസുഖ് മാണ്ഡവ്യ ആണ്. ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ, ഭാരത് മാർച്ച് ടുവാർഡ്സ് ഫെർട്ടിലൈസിംഗ് സെൽഫ് സഫിഷ്യൻസി. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അപ്പൊ ഈ മണ്ട പോയ തെങ്ങില് കുറച്ച് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വളമൊക്കെ കൊണ്ടിട്ടാൽ തെങ്ങിന് എന്ത് കിട്ടും? താങ്ക് യുടാ മുത്തേ, നല്ല മനസ്സും കിട്ടും അല്ലെ? താങ്ക് യുടാ മുത്തേ എന്ന് പറയും നമ്മുടെ തെങ്ങ്. കാരണം ഓൾറെഡി മണ്ടയില്ല അതിന് അല്ലെ? അപ്പോ നമ്മുടെ മണ്ട പോയ തെങ്ങിന് നമ്മൾ കുറച്ച് വളം കൊടുത്താൽ നമ്മുടെ തെങ്ങ് പറയും താങ്ക് യുടാ, എനിക്ക് നല്ല മനസ്സുകൊണ്ടെന്ന് അല്ലെ? താങ്ക് യുടാ, നല്ല മനസ്സുകൊണ്ടെന്നാണ് നമ്മുടെ തെങ്ങ് പറയുക. ദാറ്റ് ഈസ് മനസ്സുഖ് മാണ്ഡവ്യ. നമുക്ക് മണ്ട പോയ തെങ്ങുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഈ ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ ആരുടെയാണ്? മൻസുഖ് മാണ്ഡവ്യ. മണ്ട പോയ തെങ്ങിൽ ഫെർട്ടിലൈസേഴ്സ് ഇട്ടാൽ തെങ്ങിന് എന്ത് കിട്ടും? മനസ്സുഖം കിട്ടും. കാരണം എന്താ? ഒരു വളവും ഇല്ലാതെയാണ് അതിന്റെ മണ്ട പോയത്. റെഡി? നെക്സ്റ്റ് is the Rajiv I knew and why he was India's most misunderstood prime minister. ഈ ബുക്ക് ആരുടേതാണ്? മണിശങ്കർ അയ്യർ. റെഡി? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരാളെ കാണുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? അയ്യോ രാജീവേ നീയാ, അങ്ങനെയല്ലേ നമ്മൾ പറയാം. അയ്യോ രാജീവേ നീയായിരുന്നു അത്, അങ്ങനെയല്ലേ നമ്മൾ പറയാ. അതുപോലെ തന്നെ രാജീവ് ഐനോ, അയ്യോ നമ്മൾ പറയും അല്ലേ? ഈ അയ്യറിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? അയ്യോ ഇതെടുക്കാം. റെഡി? അപ്പോ രാജീവ് ഐ ന്യൂ, കുറെ കാലം കഴിഞ്ഞ് രാജീവിനെ കാണാണ്. അപ്പൊ നമ്മൾ പറയും അയ്യോ രാജീവേ എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് നമ്മൾ രാജീവിനെ തട്ടി വിളിച്ച് പറയാണ് രാജീവ് ഐ നോ യു. ഓക്കെ, ദാറ്റ് ഈസ് ദ രാജീവ് ഐ നോ. ആരുണ്ട്? ആരാ എഴുതിയത്? ഏതോ ഒരു അയ്യോ ആണെന്ന് ആലോചിക്കുക. അവിടെ നിന്ന് നിങ്ങൾ അയ്യറിലേക്ക് എത്തുക. അപ്പൊ ആരാണ്? നമ്മുടെ മണിശങ്കർ അയ്യർ ആണ്. രാജീവ് ഐ ന്യൂ, ഏതോ ഒരു അയ്യോ ആണ് എഴുതിയതെങ്കിലും നിങ്ങൾ ആലോചിക്കുക. അവിടെ നിന്ന് കണക്ട് ചെയ്യുക. അയ്യോ എന്ന് പറഞ്ഞ അയ്യർ ആണ്. അയ്യർ ആരാണ്? മണിശങ്കർ അയ്യർ ആണ്. റെഡി? ആസാംസ് ബ്രേവ് ഹാർട്ട് ലച്ചിത് ബർഫുക്കൻ ആരാണ്? അരൂപ് കുമാർ ദത്തയാണ് എഴുതിയത്. അരൂപ് കുമാർ ദത്തയാണ്. ലോഞ്ച്ഡ് ബൈ അമിത് ഷായാണ് നമ്മുടെ ബുക്ക് ലോഞ്ച് ചെയ്തത്. നമ്മുടെ ലച്ചിത് ബർഫുക്കൻ ആരാണ്? നമ്മുടെ മുഗൾ രാജ്യമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റൊക്കെ വോറൊക്കെ എടുത്ത ഒരു കമാൻഡറാണ്, ആസാമീസ് കമാൻഡറാണ് നമ്മുടെ ലച്ചിത് ബർഫുക്കൻ. കൂടുതൽ വായിച്ചു നോക്കുക കേട്ടോ. നമ്മുടെ ആസാമിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ത് ചെയ്തു? ലച്ചിത് ബർഫുക്കൻ്റെ ഒരു സ്റ്റാച്യു എന്ത് ചെയ്തിട്ടുണ്ട്? ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, പ്രോമിസ് നാഷൻ ഹോണറബിൾ ശ്രീ നരേന്ദ്ര മോദി, ദ മേക്കർ ഓഫ് ന്യൂ ഇന്ത്യ. ഈ ബുക്ക് നമ്മുടെ ബ്രെയിലി ലിപിയിലാണ്
എഴുതിയിട്ടുള്ളത്. ഈ ബുക്കും നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിനെ കുറിച്ച് തന്നെയാണ്. ഈ ബുക്ക് ലോഞ്ച് ചെയ്തത് അമിത്ഷായാണ്. റെഡി? ഇനി ഡാബ്ലിംഗ് ഡിപ്ലോമസി ആരുടെയാണ്? മുനിയുടെയാണ്. ഓക്കെ, നമ്മുടെ SD മുനിയുടെയാണ്. മുനി എങ്ങനെയാ സംസാരിക്കുക? ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അല്ലെ? പുത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ആര് സംസാരിക്കുക? ഡിപ്ലോമസി മുനിമാരുടെ ഒരു മെയിൻ ആണ്. എന്ന് ആലോചിക്കാം. ഓക്കെ, ഡിപ്ലോമസി ആരുടെ മെയിൻ ആണ്? സാധാ ആൾക്കാർ ഡിപ്ലോമാറ്റിക് ആയിട്ടാണോ സംസാരിക്കുക? അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ. ഓക്കെ, അപ്പൊ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് മുനിമാർ. അപ്പോൾ ഡാബ്ലിംഗ് ഡിപ്ലോമസി SD മുനി. നെക്സ്റ്റ് മഹാസ്വാപിനിക്കുടു ആരാണ്? വിക്രമാണ് കേട്ടോ. വിക്രമാണ് മഹാസ്വാപിനിക്കുടു. നമ്മൾ നേരത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചു. ഇപ്പൊ നെക്സ്റ്റ് എഗെയിൻ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച ബുക്കാണ്. ഏതായിരുന്നു? Co-Dependent Living in the Shadow of AI. നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ മധുമിത മുർഗി ആയിരുന്നു അല്ലെ? ഇതെന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദ നാഷണൽ സെക്യൂരിറ്റി. ഇത് ആരെഴുതിയതാണ്? ഓദർ അമിത് സിൻഹയും വിജയ് ഖരയുമാണ്. നെക്സ്റ്റ് എന്താണ്? ഏക് സമന്ദർ മേരെ അന്തർ. എൻ്റെ ഉള്ളിലൊരു കടലുണ്ടെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ജോഷി പറഞ്ഞത്. ബ്രഹ്മോസ് എയറോസ്പേസ് ഡെപ്യൂട്ടി CEO സഞ്ജീവ് ജോഷിയാണ് എന്ത് എഴുതിയത്? ഏക് സമന്ദർ മേരെ അന്തർ എഴുതിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് എല്ലാവർക്കും ബീച്ചിൽ പോകുമ്പോൾ എന്ത് കിട്ടും? ജോഷി കിട്ടും അല്ലെ? ബീച്ചിൽ പോയാൽ ജോഷി കിട്ടും. സമന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടലാണ്. കടലല്ലേ? കടലിൽ പോയാൽ ജോഷ് കിട്ടും. അപ്പോൾ സമന്ദറിൽ ഏക് സമന്ദർ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ജോഷ് ഉണ്ട്, ജോഷ് കിട്ടുന്ന ആളാണ്. ജോഷ് ഉള്ള ആരാണ്? പേരിൽ ജോഷ് ഉള്ള ആളാരാണ്? സഞ്ജീവ് ജോഷിയാണ്. ഏക് സമന്ദർ മേരെ അന്തർ. അപ്പോൾ ആലോചിക്കുക, സഞ്ജീവ് ജോഷി. കടൽ എവിടെ കണ്ടാലും ജോഷുമായിട്ട് കണക്ട് ചെയ്തോളൂ കേട്ടോ ഈ ബുക്ക്. റെഡി? നെക്സ്റ്റ് ഇസ് An Uncommon Love, The Early Life of Sudha and Narayan Murthy. An Uncommon Love, The Early Love of Sudha and Narayan Murthy ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അൺകോമൺ ആയിട്ടുള്ള ഒരു പേരാണ് ദിവാകരുണി അല്ലെ? നിങ്ങൾ ആലോചിക്കുക, ദിവ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ദിവാകരുണി എന്ന് കേട്ടിട്ടില്ല അല്ലെ? അപ്പൊ ദിവാകരുണി ഒരു അൺകോമൺ പേരാണ്, ദിവാകരുണി അല്ലെ? അപ്പൊ ആരാണ്? An Uncommon Love, The Early Love of Sudha and Narayan Murthy, ചിത്ര ബാനർജി ദിവാകരുണി അല്ലെ? ഇത്രയും വലിയൊരു പേരും അല്ലെ, വലിയൊരു അൺകോമൺ നെയിം ആണിത്. ചിത്ര ബാനർജി ദിവാകരുണി ഭയങ്കര കോമൺ നെയിം ആണോ? നമ്മുടെ എന്താണ് അഞ്ജു ചിഞ്ചു കുഞ്ചു പോലത്തെ നെയിം ആണോ? അല്ല, ചിത്ര ബാനർജി ദിവാകരുണി ഒരു അൺകോമൺ സാധനമാണ് അല്ലെ? അപ്പൊ ഈ ചിത്ര ബാനർജി ദിവാകരുണി പോലെയുള്ള അൺകോമൺ നെയിമാണ്. അപ്പൊ നമുക്ക് ഇതിൽ വെച്ചിട്ട് അൺകോമൺ പിടിക്കാം. ഓക്കെ, അപ്പൊ an uncommon love, the early love of ആരാണ്? സുധ ആൻഡ് നാരായൺ മൂർത്തി. സുധാമൂർത്തിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? സുധാമൂർത്തി ആരാണ്? നമ്മുടെ അവരുടെ സോഷ്യൽ വർക്കും പിന്നെ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻസും ഒക്കെ കാരണം നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നാരായൺ മൂർത്തി ആരാണ്? നമ്മുടെ ഇൻഫോസിസിന്റെ ഫൗണ്ടറാണ്. റെഡി ആണല്ലോ? നെക്സ്റ്റ് ഇസ് 4 stars of destiny. ആരാണ്? മനോജ് മുകുന്ദ് നരാവണെ. ആരാണ് മനോജ് മുകുന്ദ് നരാവണെ? നരാവണയിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? നന്നാവണേ അല്ലെ? നമ്മളിപ്പോ എന്താ വിചാരിക്കുക? നമ്മുടെ വിധി നന്നാവണേ എന്നല്ലേ? 4 stars of destiny. നമ്മുടെ 4 സ്റ്റാറും നന്നാവണേ ദൈവമേ എന്നല്ലേ നമ്മൾ ആലോചിക്കുക. അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുക? ദൈവമേ ഇനിയെങ്കിലും എനിക്കൊന്ന് നന്നാവണേ, ഇനിയെങ്കിലും എൻ്റെ വിധി ഒന്ന് നന്നാവണേ എന്നല്ലേ നമ്മൾ വിചാരിക്കുക. യെസ്, ദാറ്റ് ഈസ് 4 stars of destiny. നന്നാവണേ. ഓക്കെ, എൻ്റെ വിധി നന്നാവണേ എന്നാര് പ്രാർത്ഥിച്ചു? മുകുന്ദ് നരാവണേ. അപ്പൊ നരാവണയിൽ നിന്നും നന്നാവണേ പിടിക്കുക. അപ്പൊ 4 stars of destiny. നമ്മൾ എപ്പോഴും വിചാരിക്കാം നമ്മുടെ വിധി നന്നാവണേ എന്നാണ്. ഓക്കെ, അപ്പൊ നന്നാവണേന്ന് നമുക്ക് നരാവണേനെ പിടിക്കാം. റെഡി ആണല്ലോ? ഇത് നമ്മുടെ ഫോമർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. റെഡി? നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ബുക്ക് രാം മന്ദിർ രാഷ്ട്ര മന്ദിർ ഏക് സച്ചി വിരാസ്ത് ആണ്. ഇത് എഴുതിയത് ആരാണ്? ഗീത സിംഗ് ആൻഡ് ആരിഫ് ഖാൻ ഭാരതി ആണ്. ഗവർണർ ഓഫ് കേരള ആരിഫ് മുഹമ്മദ് ആണ് ഈ ബുക്ക് അൺവീൽ ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ കുറേ അധികം ബുക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള കോഡ്സും ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുക. ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി കാണുക. അപ്പൊ എന്തായാലും വേഗം തന്നെ നമ്മുടെ തലയിൽ കത്തും. അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ ബുക്സും
എല്ലാവർക്കും ഓതേഴ്സുമായിട്ടും ബുക്സിന്റെ പേരുമായിട്ടും കണക്ട് ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ, ടിപ്സും ട്രിക്സും ഒക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.